ഹായ് ഡേയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷാജിയെക്കുറിച്ച് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോക്ക് താഴെ വന്നിട്ടുള്ള കമൻസിന് റീപ്ലൈ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ആ ഒരു വീഡിയോയുടെ കൂടിയിട്ട് അത് അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ചതാണ്. അതുകൊണ്ടായിരുന്നു ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഇടായിരുന്നതും അതിനെക്കുറിച്ച്. കാരണം ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഞാൻ ബിസിനസ് പരമായിട്ടാണെങ്കിലും ഞാൻ വർക്ക് ചെയ്യുന്നൊരു വ്യക്തി ആയതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതോടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇനി ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങളായിട്ട് ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, എൻ്റെ വീഡിയോക്ക് താഴെ വന്നിട്ടുള്ള കമൻസിൽ കുറച്ച് കമൻസാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഷെയർ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതും എഴുതുന്നത് സ്ത്രീകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് അവരുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ, അതിനി എൻ്റെ വീഡിയോസ് ആയാലും അവരുടെ വീഡിയോസ് ആയാലും ആരുടെ വീഡിയോസ് ആയാലും നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ നമ്മൾ കാണാതിരിക്കുക. മനസ്സിലാക്കുന്നുണ്ടോ? അല്ലാതെ നമ്മൾ അവരെ പരസ്യമായിട്ട് പബ്ലിക്കിൽ വന്നിട്ട് അവരുടെ വീഡിയോക്ക് താഴെ അവരെ അപമാനിക്കലല്ല നമ്മൾ ചെയ്യൽ. കാരണം നമ്മൾ സ്ത്രീകളാണ്, അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനും ഒരു സ്ത്രീ തന്നെയാണ്, ഞാനും ഒരു ഉമ്മ തന്നെയാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇന്നലത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഞാൻ എന്താണ് പറയുന്നതെന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ ആ ഒരു മക്കൾക്ക് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവളുടെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല. പറയാമെന്ന് വെച്ചാൽ മക്കളെ കുറിച്ചാണ് എനിക്ക് മെയിനായിട്ട്. കാരണം ആ ഒരു കുഞ്ഞു മക്കൾ, അത് ഇനി ഒരു ഭർത്താവിൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിലും മക്കൾ അനുഭവിക്കുന്ന വേദനകൾ എത്രത്തോളാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അവളുടെ ഭാഗത്തായിരുന്നു തെറ്റെങ്കിലും മക്കൾ അനുഭവിക്കുന്ന, ഒരു ഭാര്യയും ഭർത്താവും സെപ്പറേറ്റ് ആയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അനുഭവിക്കുന്നത് ആ മക്കൾ മാത്രമാണ്. വേറെ ഒരാൾക്കും അതിൽ അനുഭവിക്കാനില്ല. കാരണം മക്കൾക്ക് ഉമ്മയെയും ഉപ്പയെയും ഒരുമിച്ച് നഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ അച്ഛനെയോ അമ്മയെയോ ഒരുമിച്ച് നഷ്ടപ്പെടുക ചെയ്യുന്നത്. മക്കൾ അനാഥായി പോവുക, വേറെ ഒരാൾക്കും ഒരു നഷ്ടം സംഭവിക്കില്ല. ഈ പറയുന്നവരൊന്നും ആ ഒരു ഇതിലുണ്ടാവില്ല. അത് മനസ്സിലാക്കുക. കാരണം ആ മക്കളെ ഒരിക്കലും അവൾക്ക് നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇനിയെങ്കിലും ഈ എന്താ പറയുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് വീഡിയോക്ക് താഴെ കമൻസ് ഇട്ട് മക്കളെ കൂടി ആ ഉമ്മയെ വെറുപ്പിക്കാതെ ഇരിക്കുക നിങ്ങൾ. കാരണം ഏകദേശം പക്വതെത്തിയ 2 മക്കളുണ്ട്. ആ മക്കൾക്ക് വായിക്കാൻ അറിയുന്ന മക്കളാണ്, എഴുതാൻ അറിയുന്ന മക്കളാണ്, എല്ലാം ആണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് കമൻസ് ഇടുക കേട്ടോ. കാരണം നമ്മൾ ഒരാളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുക നമ്മൾ എത്രത്തോളം നല്ലവരാണ് എന്നുള്ളത്. എന്നിട്ട് വേണം മറ്റുള്ള ഒരാളെ കുറിച്ച് അഭിപ്രായം നമ്മൾ പറയാൻ. എനിക്ക് പേഴ്സണലായിട്ട് ഒരു ബന്ധമില്ല. എന്നോട് എൻ്റെ വീഡിയോക്ക് താഴെ വന്ന് കമൻറ്റ് പറഞ്ഞിട്ടുള്ളത് നീ അവളെ കൂടെ കൂടിക്കോ എന്നാണ്. ഞാൻ അവളെ കൂടെ കൂടാനുമില്ല, ഞാൻ ആടാനുമില്ല, പാടാനുമില്ല. കാരണം എൻ്റെ ബിസിനസ് എന്ന് പറയുന്ന ഈ ഒരു കാര്യമല്ല. ഞാൻ ഈ ഒരു യൂട്യൂബിലോട്ട് വന്നിട്ടുള്ളത് എൻ്റെ ബിസിനസ് പരമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. കാരണം ഓൺലൈനായിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എൻ്റെ ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1 വർഷത്തോളമായിട്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ടുള്ളത്. ആ ഒരു പരിചയത്തമ്മ ഞാൻ പറയാണ്, ഇവളുടെ വീഡിയോ ഞാൻ എന്ന് കാണൽ തുടങ്ങി അന്ന് മുതൽ ഇതുവരെ ഞാൻ കാണുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. പക്ഷെ അതിൻ്റെ താഴെ ഈ ഡയറ്റ് വരുന്ന കമൻസ് വളരെ മോശപ്പെട്ട, വളരെ തരം താഴ്ന്ന കമൻറ്റുകളാണ് വരുന്നത്. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്തത്. കാരണം നിങ്ങൾ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല, നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. വീഡിയോക്ക് താഴെ പബ്ലിക് ബേസിൽ വന്ന ഒരു വ്യക്തിയുടെ വീഡിയോക്ക് താഴെ കമൻസ് പറയാൻ നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അത് വിചാരിച്ച് ഒരു വ്യക്തിയുടെ പേഴ്സണലായിട്ടുള്ള കാര്യത്തിലോട്ട് അടിച്ചു കയറാൻ ഒരാൾക്ക് സ്വാതന്ത്ര്യമില്ല. സ്വകാര്യതയിലോട്ട് ഒരിക്കലും നമ്മൾ ഇറങ്ങി പുറപ്പെടാതെ ഇരിക്കുക എന്നുള്ളതാണ് കേട്ടോ. സ്നേഹത്തോടെ പറയുന്നതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതോടെ ഈ ഒരു കണ്ടൻറ്റ് ഇവിടെ അവസാനിപ്പിക്കണം. കാരണം ഇതായിട്ട് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ഇടായിരുന്നത്. എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം പോലും ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ്. പക്ഷെ പറയാതിരിക്കാൻ കഴിയുന്നില്ല. കാരണം ആ മക്കൾക്ക്, ആ മക്കളെ ഇനി ആ ഉമ്മാക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. കാരണം അത്രയും സങ്കടമുള്ള കമൻറ്റുകളാണ് ആ ഒരു വീഡിയോക്ക് താഴെ വരുന്നത്. അപ്പം മക്കളിത് കണ്ടു കഴിഞ്ഞാൽ മക്കൾ ആ ഉമ്മയെക്കുറിച്ച് എന്ത് ചിന്തിക്കും? അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. മക്കൾ ആ ഒരു കമൻസുകളെല്ലാം വായിച്ചു കഴിഞ്ഞാൽ, മക്കളെന്ന് പറയുമ്പോൾ 2 മക്കൾ ഓൾറെഡി പക്വതെത്തിയ മക്കളുണ്ട്. അവർ ആ കമൻസ് വായിച്ചു കഴിഞ്ഞാൽ അവർ ആ ഉമ്മയെക്കുറിച്ച് എന്ത് ചിന്തിക്കും?
അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ആ ഉമ്മയ്ക്ക് കിട്ടുന്ന ഒരു വില, മക്കളുടെ ഇടയിൽ കിട്ടുന്ന ഒരു വില എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ എല്ലാവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരാളെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് പറഞ്ഞോളൂ. അവൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവൾ കേട്ടോളും, ഇല്ല എങ്കിൽ കേൾക്കാതിരുന്നോളും. ഞാൻ പേഴ്സണലായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ, ഉള്ള സത്യാവസ്ഥ പറയാലോ. പേഴ്സണലായിട്ടുള്ളൊരു ബന്ധമില്ല. നിങ്ങൾ എങ്ങനെയാണോ അവളെ പരിചയം, ആ ഒരു പരിചയം തന്നെ എനിക്കുള്ളൂ കേട്ടോ. വീഡിയോസിലൂടെ ഉള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. തുടക്കം മുതൽ അവളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയാലോ എന്ന് വിചാരിച്ച് ഒരു വീഡിയോ ആയിട്ട് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നും സെയിം കണ്ടൻ്റ് ആയിട്ട് വരണമെന്ന് ഒരിക്കലും എനിക്ക് താല്പര്യമില്ല. കാരണം ഓൾറെഡി വർക്കുണ്ട്. ഇത്രയും ടൈമായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കാഞ്ഞത് അതുകൊണ്ടാണ്. എനിക്ക് ഓൾറെഡി കൊടുക്കാനുള്ള, കസ്റ്റമറിന് കൊടുക്കാനുള്ള വർക്കുകൾ, പോസ്റ്റ് അയക്കാനുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പെട്ടിട്ടുള്ള കുറച്ച് ബിസി ആയിട്ടുള്ള ആളാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഇതിന്ന് വരുമാനം കിട്ടണമെന്ന് വിചാരിച്ച് ഞാൻ തുടങ്ങിയതല്ല. എൻ്റെ വർക്കിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ളത്. അതും എൻ്റെ ഹസ്ബൻഡിൻ്റെയും വീട്ടുകാരുടെയും എല്ലാവരുടെയും പക്ക സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഞാനിങ്ങനൊരു ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇവർ കണ്ടൻറ് ഇട്ടിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നതെന്നുള്ളത്. ഒരിക്കലും അല്ല കേട്ടോ. ഞാൻ ബിസിനസ് പരമായിട്ടാണ് ഈ ഒരു ചാനലിലൂടെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് സുഹൃത്തുക്കളായ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എൻ്റെ വീഡിയോ കയറി നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് എൻ്റെ ചാനലിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്തും എന്താണ് എൻ്റെ വർക്ക് എന്നൊക്കെ കേട്ടോ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് എൻ്റെ വർക്കായിട്ട് വരാം കേട്ടോ. ഓക്കെ.